السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. ما يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒരു ഹദീസ് നമുക്ക് ലഭിച്ചു. ആ ഹദീസ് നമ്മുടെ ബുദ്ധിക്കെതിരാണെങ്കിലും നമ്മുടെ യുക്തിക്കെതിരാണെങ്കിലും അതല്ലെങ്കിൽ ഇന്ന് സയൻസ് കണ്ടുപിടിച്ചതിനെതിരാണെങ്കിലും ആധുനിക ശാസ്ത്രം അതിന് എതിരാണെങ്കിലും അതല്ലെങ്കിൽ ഇന്ന് വരെ ശാസ്ത്രം കണ്ടുപിടിക്കാത്ത കാര്യമാണെങ്കിലും അത് സമിഅന വ അതഅന, ആമന്ന വസല്ലംന. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തിലുള്ള അഖീദ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് മുആദ റളിയല്ലാഹു തആല അൻഹ, മുആദ താബിഇയ്യത്താണ്, അതേപോലെ തന്നെ ആലിമത്താണ്, സാഹിദാണ്, ആബിദത്താണ്. അവരെ കുറിച്ച് സിയറിൽ ഇമാം ദഹബി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവര് പണ്ഡിതയായിരുന്നു എന്നുള്ളത് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോ താബിഈങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആരാധനകളൊക്കെ കൃത്യമായി ചെയ്തിരുന്ന ഒരു മഹദിയാണ് മുആദ റളിയല്ലാഹു തആല അൻഹ. അവർ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് വന്നുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. അവർ പറയുന്നത്, സഅൽതു ആയിഷത, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഞാൻ ചോദിച്ചു, മാ ബാലുൽ ഹായിലി തഖ്ലി സൗമ വലാ തഖ്ലി സ്വലാത്ത. ആർത്തവകാരിയുടെ അവസ്ഥ എന്താണ്? അവരാ സമയത്ത് നോമ്പ് അവർ നോറ്റ് വിട്ടണം, എന്നാൽ നമസ്കാരം അവർ പിന്നീട് അത് നിർവഹിച്ചു വിട്ടേണ്ടതില്ലല്ലോ, അതെന്താ അങ്ങനെ? ഫഖാലത്ത്, ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു, ഹറൂറിയത്തുൻ അൻതി, നീ ഹറൂറിയത്താണോ എന്ന് ചോദിച്ചു. ഹറൂറിയത്ത് എന്നുള്ളത് മുസ്ലിം ലോകത്ത് നിന്നും ആദ്യമായിട്ട് ഭിന്നിച്ചു പോയ ഒന്നാമത്തെ ബിദായി കക്ഷിയാണ് ഖവാരിജുകൾ. അവരുടെ മറ്റൊരു പേരാണ് എന്ത്? ഹറൂറിയാക്കൾ, അല്ല ഹറൂറിയ. ഹറൂറിയ എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഇറാഖിലെ കൂഫക്കടുത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ഹറൂറ. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അവർ വേർപിരിഞ്ഞു പോയി. അവിടെ അവർ സംഗമിച്ചു, അവരവർ താവളം പിടിച്ചു. അലി റളിയല്ലാഹുവിനെതിരെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ആ സ്ഥലത്തിലേക്ക് ചേർത്തിയിട്ടാണ് ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഹറൂറിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് ചോദിച്ച ഉടനെ ആയിഷ റളിയല്ലാഹു തആല തിരിച്ചു ചോദിച്ചു, നീ ഖവാരിജത്തായ സ്ത്രീയാണോ ചോദിച്ചു. വേറെ ഖവാരിജിന്റെ ആശയങ്ങളോ ഖവാരിജത്തിന്റെ ആദർശങ്ങളോ ഒന്നും ഈ മുആദക്കില്ല. ഒരു മഹദിയാണ്, ആബിദത്താണ്, സാഹിദത്താണ്. അപ്പൊ അവര് പറഞ്ഞു, ലസ്തു ബി ഹറൂറിയ, ഞാൻ ഖവാരിജുകളിൽപ്പെട്ട ആളൊന്നുമല്ല, ഞാൻ ഹറൂറിയാക്കളിൽപ്പെട്ടവളല്ല. വലാകിന്നി അസ്അലു, പക്ഷെ അതെന്താണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് ചോദിച്ചതാണ്. കാലത്ത് അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന യുസീബുന ദാലിക ഫനുഉമറു ബിഖളാഇ സൗമി വലാ നുഉമറു ബിഖളാഇ സ്വലാത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് അത് ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ചു വിട്ടാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല, എന്നാൽ നോമ്പ് ഞങ്ങളോട് നോറ്റുവിട്ടാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഇത്രയുള്ള വിഷയം, അതായത് അല്ലാഹു റസൂലിന്റെ അംബ്ര വിഷയത്തിലുണ്ട്. നിങ്ങൾ നോമ്പ് നോറ്റ് വീട്ടണം, നിസ്കാരം പിന്നീട് അത് ഖളാക്കേണ്ടതില്ല. ഇത് പറഞ്ഞു കൊടുത്തു. ഇത്രയുള്ള വിഷയം. ഈ ഹദീസിന്റെ ചില ഫായിദകൾ ഇവിടെ ഈ മഹദിയായ മുആദ റളിയല്ലാഹു അൻഹ ഇത് ചോദിച്ചതോളൂ. അതെന്താണ്? കാരണം ബുദ്ധിപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നോമ്പ് അത് നോറ്റ് വിട്ടണം, നിസ്കാരം പിന്നീട് അത് നിർവഹിച്ചു വിട്ടേണ്ടതില്ല. അതിന് ചില വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് തൈസീറാണ്. കാരണം നിസ്കാരം എന്നുള്ളത് എല്ലാ ദിവസവും അവർക്ക് നിർബന്ധമാണ്. നോമ്പ് എന്നുള്ള നിർബന്ധ നോമ്പാണെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എളുപ്പമാക്കി കൊടുക്കുക, അവർക്ക്
പ്രയാസമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഹിക്മത്തായിട്ട്. വേറെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ ബുദ്ധിപരമായൊരു ചോദ്യം, ആ ചോദ്യത്തിൽ തന്നെ ആയിഷ റളിയല്ലാഹു തആല മനസ്സിലാക്കിയത് എന്താ? ആ ചോദ്യം തന്നെ യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്നത്ത് പെട്ട ഒരാൾ ചോദിക്കേണ്ട ചോദ്യമല്ല അത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 4 അസ്സലുകൾ. ഒന്നാമത്തത് അത്തസ്ലീം വൽ ഇസ്തിസ്ലാം. റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമീഅന വഅതഅന, ആമന്ന സല്ലംന, അതാണ് തസ്ലീം ഇസ്തിസ്ലാം. അത് അതേപോലെ അംഗീകരിക്കുക, അതിന് കീഴ്പ്പെടുക. അതിന്റെ ബുദ്ധിയോ അതിന്റെ യുക്തിയോ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും റസൂൽ അത് പറഞ്ഞു. നോമ്പ് അത് നോറ്റുവിട്ടണം, നിസ്കാരം അത് ഖളാക്കേണ്ടതില്ല, ബസ് ആ വിഷയം തുറന്നു. പിന്നെ അവിടെ ചോദ്യം കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതിന്റെ ഈ ഹദീസിന്റെ ഫായിദകൾ വിശദീകരിച്ചപ്പോ പിന്നെ ഉലമാക്കൾ പറഞ്ഞെന്താ വെച്ചാല്, അഹ്ലുസുന്നത്തിൽ നിന്നും ഖവാരിജികൾ പുറത്തു പോകുന്നത് അവരുടെ അഖല് കൊണ്ടാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ അതുകൂടി നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഇതിൽ. അഹ്ലുസുന്നത്തിൽ നിന്ന് ഈ ഖവാരിജികളെ ഖദരിയത്തൊക്കെ അവരൊക്കെ രൂപം കൊള്ളാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം പ്രമാണങ്ങളെ അവരുടെ ബുദ്ധിക്കനുസരിച്ചും യുക്തിക്കനുസരിച്ചും പ്രമാണങ്ങളെ വിശദീകരിച്ചു വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യം ഉടനെ ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു. കാരണം എന്താ? അങ്ങനെ ബുദ്ധിപരമായ ഒരു ചോദ്യം കൊണ്ടുവരുന്നത് എന്താണ്? അഹ്ലുസുന്നത്തിന്റെ നിലപാടല്ല ഇത്. ഇന്ന് നിരന്തരമായി, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ, യുക്തിവാദികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസിനെതിരെ അവരുന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ, യുക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ, അതൊക്കെ ഇന്ന് കേരളത്തില് സലഫികളാണ് എന്ന് അതല്ലെങ്കിൽ മുജാഹിദുകളാണ് എന്ന് പറയപ്പെടുന്ന പ്രചരിപ്പിക്കുന്ന അടിസ്ഥാനത്തിൽ ദഅവത്ത് നടത്തുന്ന ചില ആളുകളും ചില ഹദീസുകൾ കേൾക്കുമ്പോൾ ബുദ്ധിപരമായിട്ടുള്ള ചോദ്യം കൊണ്ട് ആ ഹദീസിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ബുദ്ധിപരമായിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് ഹദീസിനെ നിഷേധിക്കുക, ഹദീസിനെ തള്ളുക എന്നുള്ളത് ഖവാരിജികളുടെ നിലപാടാണ്. മനസ്സിലായല്ലോ? അത് അഹ്ലുസുന്നത്തിന്റെ നിലപാടല്ല. പ്രവാചകൻ അത് പറഞ്ഞു, സമീഅന വഅതഅന, ഖലാസ്. ഇന്ന് എത്രയോ അള്ളാഹുവിന്റെ നുസൂലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു രാത്രിയുടെ അവസാന ഭാഗത്ത് സമാഉദ്ദുനിയയിലേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് പറയുന്ന ഹദീസിനെ നൂറുകണക്കിന് ചോദ്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ അർശിലിരിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. കാരണം ഒരു സ്ഥലത്ത് രാത്രിയാകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പകല്, വേറെ ചില നാടുകളിൽ മണിക്കൂറുകളുടെ സമയ വ്യത്യാസം. അപ്പൊ അള്ളാഹുവിന് ഇറങ്ങ കയറ, ഇറങ്ങ കയറ, ഇറങ്ങ കയറ, ഇതല്ലാത്തൊരു പണി അള്ളാഹ്ക്കുണ്ട്. ഇങ്ങനെ ഈ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ പോലും പരിഹസിക്കുന്ന ആ ഹദീസുകളെ ബുദ്ധിപരമായി വ്യാഖ്യാനിച്ചുകൊണ്ട് യുക്തിപരമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഹദീസുകളെ പരിഹസിക്കുന്നത്. പക്ഷെ ഞാനത് സമയമുണ്ടെങ്കിൽ നമുക്കതിന്റെ ക്ലിപ്പ്, ചില ആളുകൾ പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞു പോയാലും ശരിയാവില്ല, അതിന്റെ തെളിവുകൾ നിങ്ങൾ ഉദ്ധരിക്കണം. അതിന്റെ തെളിവുകൾ നമ്മൾ ഉദ്ധരിക്കും. നമ്മളത് ഉദ്ധരിക്കാൻ നിന്നാൽ നമുക്ക് മണിക്കൂറുകൾ വേണ്ടി വരും. ഇത്തരത്തിലുള്ള ഹദീസ്, നുസൂലുമായി ബന്ധപ്പെട്ട ഹദീസുകളെ പോലും ഈ രൂപത്തിൽ പരിഹസിക്കുന്നത്. പേരോട് പരിഹസിച്ചിട്ടുണ്ട്, സമസ്തന്റെ ആളുകൾ പരിഹസിച്ചിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഖീദ എന്നുള്ളത് അശ്അരിയത്താണ്. അശ്അരിയത്തിന് സംഭവിച്ച വ്യതിയാനവും ഇതന്നെയാണ്. ഫഖ്റുദ്ദീൻ റാസിക്ക് സംഭവിച്ചത് ബുദ്ധിയാണ്, ഗസാലിക്ക് സംഭവിച്ചത് അഖലാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ഒക്കെ സംഭവിച്ചത് അത് വിശദീകരിക്കുന്നുണ്ട്. ഇവരൊക്കെ സംഭവിച്ച അബദ്ധം എന്താണ്? പ്രമാണങ്ങളെ അഖല് കൊണ്ട് വ്യാഖ്യാനിച്ചു. റാസി വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അള്ളാഹു അവന്റെ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നുള്ള ആയത്തിനെ എന്നത് വിശദീകരിച്ചു തരാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഫഖ്റുദ്ദീൻ റാസി ഇത്തരത്തിലുള്ള നുസൂലുകളെ, അള്ളാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് മറ്റൊരു വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ആയിഷ ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്ന പാഠം, അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്താ? അല്ലാഹുവിന്റെ റസൂൽ അത് കൽപ്പിച്ചു, ബസ് ഖലാസ്. അവിടെ ഇത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. ബുഖാരിയും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിലുള്ള അഹ്ലുസുന്നത്തിന്റെ നിലപാട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രഗൽഭനാണ് അദ്ദേഹം. അദ്ദേഹം പറയണ, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്നു. ഫഖാല, അയാളൊരു പരാതിയുമായിട്ടാണ് വന്നത്. ഇന്ന ഹസ്തതു ലക ബത്നുഹു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ഖിഹി അസ്സല, എന്റെ സഹോദരന് വയറിളക്കം വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഖിഹി അസ്സല, അവന് പോയിട്ട് തേൻ കൊടുത്തു. ഫസഖാഹു, അങ്ങനെ അയാൾ പോയി അയാളുടെ ബ്രദറിന് തേൻ കൊടുത്തു. സുമജാഹു, അയാൾ വീണ്ടും വന്നു. ഫഖാല ഇന്നി സഖൈതുഹു അസ്സല ഫലം യജ്ദുഹു ഇല ഇസ്തിസ്ലാക, ഞാൻ തേൻ കൊടുത്തു, പക്ഷെ വയറിളക്കം വർദ്ധിക്കുകയാണ് ചെയ്തത്.
ഫഖാല ലഹു സലാസ മറാത്തിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, പോയിട്ട് തേൻ കൊടുക്കുന്നു പറഞ്ഞു. അവളെ വീണ്ടും പോയി തേൻ കൊടുത്തത് 3 പ്രാവശ്യം ആവർത്തിച്ചു. സുമജ റാബിയ, മൂന്നാമതും പോയിട്ട് 4ാമത്തെ പ്രാവശ്യം തിരിച്ചു വന്നിട്ട് അയാൾ ഇതേ കാര്യം പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കിഹി അസല. 4ാമത്തെ പ്രാവശ്യം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, അവന് തേൻ കൊടുക്കുന്നു പറഞ്ഞു. ഫഖാല, അയാൾ പറഞ്ഞു, ലഖദ് സഖൈതുഹു ഫലം യസിദുഹു ഇല്ല ഇസ്തിസ്ലാക. ഞാൻ തേൻ കൊടുത്തു, പക്ഷെ വയറിളക്കം വർദ്ധിക്കുക തന്നെയാണ്, വർദ്ധിക്കുകയല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖല്ലാഹ് വകദബ ബത്നു അഖീക്. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ഇതാണ് സലഫിയ്യത്ത് എന്ന് പറയുന്നത്. ഇതാണ് മൻഹജ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ തത്വം, ഇതാണ് അസ്ല്. അഹ്ലുസുന്നത്തിന്റെ അസ്ല് ഇതാണ്. അതല്ലാതെ അത് ലബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിക്കല്ല. ഇന്നൊരു ഹദീസ് നമ്മുടെ ചില ആളുകൾക്ക് സ്വീകരിക്കണമെങ്കിൽ എന്തുവാണെന്ന് അറിയോ? ഐൻസ്റ്റീൻ അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കും. അതല്ലെങ്കിൽ ന്യൂട്ടന്റെ ആ വിഷയത്തിൽ വന്നുള്ള സിദ്ധാന്തം എന്താണ്, ന്യൂട്ടൻ അത് പറഞ്ഞിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ്, സമാധാനം. നമ്മളൊരു ഹദീസിനെ സംബന്ധിച്ച് എത്ര വയല് പറഞ്ഞു കൊടുത്താലും അംഗീകരിക്കാത്ത ആളുകൾ ഐൻസ്റ്റീന്റെ തിയറി ആ വിഷയത്തിലുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്, ആ ഹദീസ് അവർ സ്വീകരിച്ചു, ആ ഹദീസ് അവർ അംഗീകരിച്ചു. ഇന്നൊരു ഹദീസ് അംഗീകരിക്കണമെങ്കിൽ ഐൻസ്റ്റീൻ പറയണം, അതല്ലെങ്കിൽ ന്യൂട്ടന്റെ തിയറി ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ലബോറട്ടറിയിൽ അത് പരിശോധിച്ചിട്ട് തെളിയിക്കപ്പെടണം. അതല്ലാത്ത ആളുകൾ, ചില ആളുകൾക്ക് ചൊറിച്ചിലാണ്, ആ ഹദീസ് അവർ അംഗീകരിക്കൂല. അത് ഇന്ന് ആധുനിക ശാസ്ത്രം അത് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു സമാധാനമാണ്, മനസ്സിനൊരു കുളിരാണ്. ശാസ്ത്രം, ഇന്നത്തെ ആധുനിക സയൻസ് അത് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുളിരാണ് മനസ്സിന്, ഒരു സമാധാനമാണ്. ഇന്ന് ഈ ഹദീസുകളെ സംബന്ധിച്ച് അവർ പറഞ്ഞു, കരിഞ്ജീരകം എന്നുള്ളത് മരണമൊഴികെയുള്ള എല്ലാ അസുഖങ്ങൾക്കും രോഗത്തിനും അത് ശമനമാണ് എന്നുള്ളത് ഹദീസാണ്. പക്ഷെ ചില ആളുകൾക്ക് അത് ലബോറട്ടറിയിൽ പരിശോധിച്ചിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പറയുന്നത് മുജാഹിദുകളാണെന്നുള്ളതാണ്. ഒരു സമ്മേളനം നടത്തുമ്പോൾ 10,000-കണക്കിന് ആളുകളുണ്ടാകും. അപ്പൊ ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല ഒരാൾ അഹ്ലുസുന്നത്താണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. നേരത്തെ നമ്മൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം, അദ്ദേഹം പറഞ്ഞു, നീ ഒറ്റക്കാണെങ്കിലും നീ സത്യം മുറുകെ പിടിക്കുകയാണെങ്കിൽ നീയാണ് ജമാഅത്ത്. നമ്മുടെ അസിലാണത്. നീ അഹ്ലുസുന്നത്തിന്റെ മാർഗമാണ് മുറുകെ പിടിക്കുന്നതെങ്കിൽ നീ ഒറ്റക്കാണെങ്കിലും വൈൻ കുൻത വഹ്ദക്, അവിടെ ജമാഅത്ത് നീയാണ്. അൽ ജമാഅത്ത് മാ വാഫഖൽ ഹഖ വൈൻ കുൻത വഹ്ദക്. നീ ഒറ്റക്കാണെങ്കിലും അഹ്ലുസുന്നത്തിന്റെ മൻഹജ്, ആ മാർഗം, ആ ആദർശം, ആ ഉസൂലുകളാണ് നീ മുറുകെ പിടിക്കുന്നതെങ്കിൽ നീയാണ് അവിടെ ജമാഅത്ത്. അപ്പൊ ഇത് ആധുനിക ശാസ്ത്രം അത് കണ്ടെത്തിയിരിക്കണം എന്നുള്ളത് എങ്കിലേ ഒരു ഹദീസ് സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തിന്റെ നിലപാടല്ല. ഇവിടെ 4ാമത്തെ പ്രാവശ്യം വന്നപ്പോ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? സ്വദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് സത്യം. അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞത് എന്താ? തേനി എന്നുള്ളത് ശിഫാഉൻ ലിന്നാസി, അത് ശിഫയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അത് ജനങ്ങൾക്കുള്ള ശിഫയാണ് ഖുർആൻ. അല്ലാഹ് പറഞ്ഞത് സത്യം. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഒരു മരുന്ന് കുടിച്ചു, അല്ലെങ്കിൽ കരിഞ്ജീരകം ഒരു അസുഖത്തിന് വേണ്ടി കുടിച്ചു, പല പ്രാവശ്യം കുടിച്ചു. ഇത് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് തെറ്റാണോ? ഇത് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കണമല്ലോ. അല്ലെങ്കിൽ അജ്വാക്കാരക്ക അത് എണ്ണം തിന്നാൽ അവന് സിഹറോ വിഷമോ തട്ടുകയില്ല, തീണ്ടുകയില്ല എന്ന് പറയുന്ന ഹദീസ്, അത് ആധുനിക സയൻസ് തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചില ആളുകൾ ചോദിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? തേന് കൊടുത്തിട്ട് സുഖല്ല. അപ്പൊ അല്ലാഹ് പറഞ്ഞത് ശരിയാണോ? അല്ലാഹ് പറഞ്ഞത് അതിൽ ശിഫ ഉണ്ട് എന്നാണല്ലോ. ഞാൻ ഒന്നുകൂടി അല്ലാഹുവിനോട് ചോദിക്കട്ടെ, അടുത്ത പ്രാവശ്യം ജിബ്രീൽ വരുമ്പോ ആ പറഞ്ഞത് അബദ്ധമാണോ എന്നുള്ളത് ഞാനൊന്ന് ചോദിക്കട്ടെ എന്നുള്ളതല്ല അല്ലാഹു റസൂല് പറഞ്ഞത്. പലതവണ ആവർത്തിച്ചു കൊടുത്തിട്ടും രോഗം സുഖമാകാതിരുന്നിട്ടും അല്ലാഹു റസൂൽ പറഞ്ഞത് എന്താ? സ്വദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് സത്യം. അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞത് സത്യമാണ്. പിന്നെ കുഴപ്പമായിരിക്കാണ്, കേടായിരിക്കാണ്. വകദബ ബത്നു അഖീക, നിന്റെ സഹോദരന്റെ വയറാണ് കളവാക്കിയത്. നിന്റെ സഹോദരന്റെ വയറാണ് കളവാക്കിയത്. പ്രശ്നമായിരിക്കാണ്, നിന്റെ സഹോദരന്റെ വയറിനാണ്. ആ പ്രയോഗം ശ്രദ്ധിച്ചോ? അല്ലാഹ് പറഞ്ഞത് സത്യം. ഇത് പറയാൻ നമുക്കുള്ള ആർജവം കാണിക്കണം. അതാണ് അഹ്ലുസുന്നത്ത്. ഒരു വിഷയം ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബുഖാരി തന്നെ സ്ഥിരപ്പെടണം എന്നുള്ളത് ആരാ പറഞ്ഞത്? അത് മുസ്ലിമിൽ തന്നെ, ബുഖാരിയിൽ വന്നതുപോലും ആളുകൾ ഇന്ന് പല ആളുകളൊന്നും സ്വീകരിക്കുന്നില്ല. ബുഖാരിയിൽ വന്നതുപോലും ഹദീസ് എന്നുള്ളത് വഹിയാണോ അല്ലേ എന്നുള്ളത് പോലും സംശയിക്കുന്ന ആളുകളുണ്ട്. ചേകന്നൂരിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, CN അഹമ്മദിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്.
അതല്ലെങ്കിൽ ഏതെങ്കിലും യുക്തിവാദികളെ കുറിച്ചോ ഓറിയന്റലിസ്റ്റുകളെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. അതല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഞങ്ങൾ മുജാഹിദുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പറയുന്നത്. ഹദീസ് വഹിയാണോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയം, അതിൽ പോലും തർക്കം. അപ്പൊ ഇതൊന്നും അഹ്ലു സുന്നത്തിന്റെ രീതിയല്ല. ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് ശരി, പിന്നെ ആ ഹദീസിൽ പറഞ്ഞതോ അതൊന്നെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് തെറ്റുപറ്റിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് തെറ്റുപറ്റിയതാണ്, അതല്ലെങ്കിൽ മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റിയതാണ്. ഈച്ചയുടെ ഒരു ചിറകിൽ വിഷവും മറ്റേ ചിറകിൽ ആ വിഷത്തിനുള്ള മരുന്നുമുണ്ട് എന്ന് പറഞ്ഞപ്പോ സലാം സുല്ലമി പറഞ്ഞു അത് നമ്മുടെ ഈച്ചയെ പറ്റിയല്ല പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിലുള്ള ഈച്ച അതിന്റെ കാലിലാണ് വിഷമുള്ളത്, അതിന്റെ കാലിലാണ് വൈറസുകളുള്ളത്, ബാക്ടീരിയ ഉള്ളത്. അതുകൊണ്ട് ഹദീസിൽ പറഞ്ഞ ഈച്ച ഇതല്ല, ആ ഹദീസിനെ തള്ളുകയാണ്, ആ ഹദീസിനെ നിഷേധിക്കുകയാണ്. അപ്പൊ സയൻസ് പറയുന്നത് അതിന്റെ കാലിലാണ് രോഗാണുക്കൾ, ഈച്ചയുടെ കാലിലാണ് രോഗാണുക്കൾ വഹിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഹദീസിനെ തള്ളുക. ഇന്ന് ശാസ്ത്രം അത് തെളിയിച്ചിട്ടുണ്ട്, ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ആ ഈച്ചയുടെ ഹദീസ് കേൾക്കുമ്പോ സ്വദഖ റസൂലുള്ളാഹ് എന്ന് പറയാൻ പറ്റും, അവനാണ് അഹ്ലു സുന്ന. അതല്ലാതെ അത് സയൻസിനെതിരാണ്, അല്ലെങ്കിൽ ശാസ്ത്രം അത് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ കാലിന്റെ പിന്നെ ഈച്ചയുടെ കാലുകളിലാണല്ലോ രോഗാണുക്കൾ വഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഹദീസിനെ തള്ളല്ല. അല്ലാഹ് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? സ്വദഖ റസൂലുള്ളാഹ്. തകരാറാർക്കാണ്? അവന്റെ ബുദ്ധിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്വരീഹായ അഖല് ഒരിക്കലും സ്വഹീഹായ നഖലിനെതിരാവില്ല. ഒരാളുടെ ബുദ്ധി അഖല് നഖലിനെതിരാകുന്നുണ്ടെങ്കിൽ അവന്റെ അഖല് സ്വരീഹല്ല, അത് ഫാസിദായ അഖലാണ്, ശുബ്ഹത്തുള്ള അഖലാണ്. എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് ശുബ്ഹത്തുള്ള അഖലാണ്, ആ അഖലിനാണ് തകരാറ്, പ്രമാണത്തിനല്ല തകരാറ്. ഇവിടെ ഈ ഹദീസ് നമുക്ക് മനസ്സിലായത് എന്താ? അള്ളാഹ് പറഞ്ഞത് സത്യം, അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞത് സത്യമാണ്. അവിടെ റസൂലുള്ളാഹിന്റെ ആ നിലപാടുണ്ടല്ലോ, അതാണ് അഹ്ലു സുന്നത്തിന്റെ നിലപാട്. വയുസല്ലിമു തസ്ലീമ, ആമന്ന സല്ലംന സമീഅന വഅതഅന. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, നിന്റെ സഹോദരന്റെ വയറാണ് കളവാക്കിയത്, പോയി തേൻ കൊടുക്കുന്നു പറഞ്ഞു. പോയി തേൻ കൊടുത്തു, അയാളുടെ രോഗം ശിഫയാകി എന്നുള്ളതാണ്. ഫസഖാഹു ഫബറ, ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഒരുപാട് ഫായിദകൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. ഇതിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ അല്ലാഹു തേനിനെ കുറിച്ച് ഷിഫയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കരുതി എല്ലാവർക്കും അതിന്റെ ഷിഫ പിന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന് അതിന്റേതായ ചില ഷുറൂത്തുകളുണ്ട്. ഏതുപോലെ ഇപ്പൊ ഖുർആൻ മനുഷ്യന്റെ മനസ്സിലുള്ളതിന് ഷിഫയാണെന്ന് പറഞ്ഞിട്ട് ഷിഫാഉ ലിമാ ഫി സുദൂർ എന്നുള്ളത് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ മുനാഫിക്കുകൾക്ക് ഷിഫയാണ് ഖുർആൻ, അവരുടെ റിജ്സ്, അവരുടെ മറല് ആ ഖുർആൻ കൊണ്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ബദന് തൊയ്യബത്താകണം. ഇബ്നു ഹജർ അതിലൊരു ചർച്ച നടത്തുന്നുണ്ട്, ബദന് തൊയ്യബത്താകണം. രണ്ടാമത് ഇബ്നു ഹജർ പറഞ്ഞതെന്ന് വെച്ചാല് ദുർബല വിശ്വാസികളാകരുത്. ദുർബല വിശ്വാസികൾക്ക് ഇത് എഫക്ട് ചെയ്യൂല. സംസം വെള്ളം നമ്മുടെ ഉസ്താദ് സലാം സുലമിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഹദീസൊക്കെ ദുർബലാണ്, നല്ലൊന്ന് കുടിച്ചു നോക്കാം, അവിടുന്ന് ഇവിടുന്നൊക്കെ ചിലത് കേട്ടിട്ടുണ്ട് എന്നുള്ള ദുർബല വിശ്വാസത്തോടു കൂടി സംസം വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. ഇബ്നു ഹജർ ഈ തേനിന്റെ ഹദീസ് വിശദീകരിച്ചപ്പോ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ തേനിന്റെ ഹദീസ് ഉണ്ടല്ലോ, അത് വിശദീകരിച്ചപ്പോ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അടിയുറച്ച വിശ്വാസം വേണം. ലൈഫായ ഈമാനുള്ള ആളുകൾക്ക് അത് ഫലം അതിന്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. അതേതും അങ്ങനെ തന്നെ. കരിഞ്ജീരകത്തിന്റെ കാര്യമാണെങ്കിലും അജ്വന്റെ കാര്യമാണെങ്കിലും സംസം വെള്ളത്തിൻ്റെതാണെങ്കിലും സംസം വെള്ളത്തിന്റെ ഫളിനെ വരെ നിഷേധിക്കുന്നുണ്ട്, അതിനെ നിഷേധിക്കുന്നുണ്ട്. അപ്പോ ഈമാന് ലൈഫാകരുത്. പിന്നൊന്ന് ഇബ്നു ഹജർ പറഞ്ഞത് തലക്കിൽ ഖബൂൽ. ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ ഒരു ഖൗൽ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ സ്വീകരിക്കണം. തലക്കിൽ ഖബൂൽ എന്ന് പറഞ്ഞാല് സമിഅനാ വഅതഅന ആമന്നാ സല്ലംന, അതാണെന്ത് അത്തസ്ലീം വൽ ഇസ്തിസ്ലാം. അത് അതേപോലെ അതിന് കീഴ്പ്പെടുക. സംസം വെള്ളത്തിൻ്റെത് സയൻസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് കുടിച്ചോളാം. സയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരു റാഹത്ത്, അതല്ല യഖീന്, അതല്ല ഈമാൻ. അങ്ങനെയുള്ള ദുർബല വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ളതൊന്നും എഫക്ട് ചെയ്യില്ല എന്നുള്ളത് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം ഇബ്നു ഹജർ പറഞ്ഞത്, തേനിൽ ഷിഫ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിന് അതിൻ്റെതായ അളവുണ്ട്. ഒന്നാമത്തെ പ്രാവശ്യം കൊടുത്തു സുഖമില്ല, രണ്ടാമത്തെ പ്രാവശ്യം കൊടുത്തു സുഖമില്ല, മൂന്നാമത്തെ പ്രാവശ്യം കൊടുത്തു സുഖമില്ല. ഇതിന്റെ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് അതിൻ്റെതായ അളവിൽ ചെല്ലണം, അതിൻ്റെതായ ടൈമിൽ ചെല്ലണം. അപ്പൊ ഓരോന്നും അതിനനുസരിച്ചുള്ള ചില രീതികളുണ്ട്. അതല്ല കരിഞ്ജീരകം എല്ലാത്തിനും പിന്നെ മരണമല്ലാത്തതിനൊക്കെ പിന്നെ അത് ഷിഫയാണെന്ന് പറഞ്ഞിട്ട് ക്യാൻസർ ഉള്ള ഒരാൾക്ക് കരിഞ്ജീരകം കൊടുത്തിട്ട് ആ ഹദീസ് തെറ്റാണെന്ന് പറയും. അവിടേക്കാണ് ഇന്നത്തെ ആളുകള് മുസ്ലിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അജ്വക്കാരൊക്കെ എണ്ണം തിന്നിട്ട് കുരുടടുത്ത് കുടിച്ചണം ഒരാള്,
എന്നിട്ട് ഹദീസ് തെറ്റാണെന്നുള്ളത് തെളിയിക്കാൻ പറ്റും. അങ്ങനെയാണോ ഹദീസിനെ ഒരാൾ മനസ്സിലാക്കേണ്ടത്? അതിനതിൻ്റെതായ ചില രീതി. ഇതൊന്നും ഇവർ പഠിക്കൂല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ അഖലിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ഹദീസ് പഠിക്കാത്ത ആൾക്കാരാണ്. അവർക്കത് എങ്ങനെയാണത് പഠിക്കേണ്ടത് ആ രൂപത്തിൽ അവർ പഠിച്ചിട്ടില്ല. അതിനെ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കണം. അപ്പൊ ഇതൊക്കെ ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇബ്നു ഹജർ ഈ കാര്യമൊക്കെ അതിന്റെ അടിയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റൊരിക്കൽ ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, അവിടെ റസൂലുള്ളാ പറഞ്ഞ വാക്ക് സ്വദഖല്ലാഹ്. ഇത് ഏതൊരു ഹദീസാണെങ്കിലും നമ്മുടെ നിലപാട് അതായിരിക്കണം. സ്വദഖല്ലാഹ്, സ്വദഖ റസൂൽ. ഹദീസ് സഹിയാണോ? ആ പറഞ്ഞത് സത്യമാണ്. തകരാറായിരിക്കാം നമുക്കാണ്, നമ്മുടെ ബുദ്ധിക്കാണ് തകരാറ്. റസൂലുള്ളാ പറഞ്ഞെന്താ? നിന്റെ സഹോദരന്റെ വയറിനാണ് കേട്, നിന്റെ സഹോദരന്റെ വയറാണ് കളവാക്കിയത് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസ്. ആ ഹദീസ് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. ആ ഹദീസിൽ ഈ ഒരു തത്വമാണ് പറയുന്നത്. അലി റളിയല്ലാഹു പറയുന്നത്, വലൗ കാന ദീനു ബിർറഈ, ദീൻ എന്നുള്ളത് ഓരോരുത്തരുടെയും റഈനനുസരിച്ചായിരുന്നെങ്കിൽ. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം ഇന്നൊക്കെ എന്താ പറയുക, ഈ നെറ്റ് ഉണ്ടായതുകൊണ്ട് സകല ആൾക്കാരും തെറ്റിപ്പോണത്, ദലാലത്തിലേക്ക് പോണത് ഈ നെറ്റ് കൊണ്ടാണ്. അതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്, ഒരുപാട് അതിനേക്കാൾ ഉപദ്രവമുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഓരോരുത്തരും എന്താണ്, ഇന്ന് അവനാന് പറ്റാത്ത ഹദീസുകളൊക്കെ തള്ളുകയാണ്, അതിനെ കളിയാക്കുക, അതിനെ പരിഹസിക്കുക. അലി റളിയല്ലാഹു പറയണത്, ദീൻ എന്നുള്ളത് റഈനനുസരിച്ചായിരുന്നെങ്കിൽ ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അഅലാ. അദ്ദേഹം പറയുന്നത് ഖുഫയുടെ അടിഭാഗമാണ് തടവേണ്ടിയിരുന്നത്, അല്ലെ? ദീൻ റഈനനുസരിച്ചായിരുന്നെങ്കിൽ ഖുഫമ തടവുമ്പോ അടിഭാഗത്തായിരുന്നു തടവേണ്ടിയിരുന്നത്. വഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ളാഹിരി ഖുഫൈഹി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയത് എവിടെയാണ്? മുകളിലാണ്. പക്ഷെ ബുദ്ധിക്കനുസരിച്ചാണ് ദീനെങ്കിൽ എവിടെ തടവേണ്ടത്? ഖുഫന്റെ അടിഭാഗത്തല്ലേ തടവേണ്ടത്. പക്ഷെ റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഖുഫന്റെ മുകൾ ഭാഗം തടവാനാണ്. ഈ ഹദീസിൽ തന്നെ നമുക്ക് സംഗതി മനസ്സിലായിട്ടുണ്ടാവും. ദീൻ എന്നുള്ളത് റഈനനുസരിച്ചല്ല, അത് അയാളുടെ അഖലിനനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യമില്ല, അത് നഖലിനനുസരിച്ചാണ്. പ്രമാണങ്ങളിൽ വന്നത് എന്താണോ അതാണ് ദീന്. നമ്മുടെ ബുദ്ധി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഖുഫന്റെ അടിഭാഗത്താണ് തടവേണ്ടത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവി കാണിച്ചത് ഖുഫന്റെ മുകൾ ഭാഗത്താണ്. അതാണ് പറഞ്ഞത് ദീൻ എന്നുള്ളത് ബുദ്ധിക്കനുസരിച്ചായിരുന്നെങ്കിൽ എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദുൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം ഇതിനെ ശറഹ് ചെയ്തുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം പ്രധാനപ്പെട്ട ചില പോയിന്റുകളായതുകൊണ്ട് നമ്മൾ അതൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം ഈ ഹദീസ് ആദ്യം പറഞ്ഞു വന്നിട്ട് പറയാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായ സലഫി പണ്ഡിതനാണ് അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദുൽ ബദർ ഹഫിളഹുല്ലാ. അദ്ദേഹം പല ദർസുകൾ എടുക്കുന്നുണ്ട്, നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു ആലിമ് തന്നെയാണ് അദ്ദേഹം. ഇതിന് ശറഹിൽ അദ്ദേഹം പറയാണ്, അലി റളിയല്ലാഹുവിന്റെ ഈ ഉദ്ധരിച്ചതിന് ശേഷം, ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം, വഹാദൽ അസറുൽ അളീം യദുല്ലു അലൽ ഇത്തിബായി, ഈ അസർ അത് ഇത്തിബായിനെ അറിയിക്കുന്നു. എന്ത് ഇത്തിബാ ആണ്? ദീൻ എന്ന് പറഞ്ഞാൽ ഇത്തിബാ ആണ്. വഅലാ അന്നൽ ഇൻസാന യത്തബിഉ സുന്ന, സുന്നത്തിനാണ് ഒരാൾ പിൻപറ്റേണ്ടത്. വലാ യുഹക്കിമു അഖലഹു, അവനവന്റെ ബുദ്ധിയല്ല വിധികർത്താവാക്കേണ്ടത്. വിധികർത്താവാക്കേണ്ടത് നഖലിനെയാണ്, അഖലിനെ അല്ല. വലാ യജഅൽ ലിഅഖലിഹി മജാലൻ ഫിൽ ഇഅ്തിറാദി അലൽ അഹ്കാമി ശർഇയ്യ, ശർഈ ആയിട്ടുള്ള വിധിവിലക്കുകളെ എതിർക്കാൻ അവനവന്റെ ബുദ്ധി കൊണ്ടുവരരുത്. മനസ്സിലാണ്ടല്ലോ, ശർഈ ആയിട്ടുള്ള അഹ്കാമുകൾ എതിർക്കാൻ ബുദ്ധി കൊണ്ടുവരരുത്. അങ്ങനെ ബുദ്ധി കൊണ്ടുവരുന്നുണ്ടെന്ന് ഇതൊക്കെ എത്ര കൃത്യമായിട്ടാണ് ഉലമാക്കൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അവനവന്റെ ബുദ്ധി കൊണ്ടുവരരുത്. ബൽ അൽ വാജിബു ഹുവ ഇത്തിഹാമുൽ ഉഖൂൽ, ഇവിടെ നിർബന്ധമായിട്ടുള്ളത് ബുദ്ധിയെ തെറ്റിദ്ധരിക്കണം. ബൽ മുവാഫഖത്തുൽ നുഖൂൽ, നഖലിനോട് യോജിക്കണം. ബുദ്ധിയെ തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ തകരാറ് ബുദ്ധിക്കാണ്, ബുദ്ധിക്കാണ് തകരാറ്. നമ്മുടെ ബുദ്ധിക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് വെക്കാം. പിന്നെന്ത് ചെയ്യണം? ആ നഖലിനോട് യോജിക്കണം, ആ ഹദീസിനോട് യോജിക്കണം. ലാ അൻ യുഹക്കിമൽ അഖല വയത്തഹിമുൻ നഖല, അഖലിനെ വിധികർത്താവാക്കരുത്, അതേപോലെ തന്നെ നഖലിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഇന്ന് നേരെ തിരിച്ചാണ്, നഖലിനെ തെറ്റിദ്ധരിക്കും, അഖലിനെ വിധികർത്താവാക്കും, എന്നിട്ട് ആ ഹദീസിനെ തള്ളും. അത് അള്ളാന്റെ നുസൂലാണെങ്കിലും സംസം വെള്ളാണെങ്കിലും പല്ലിനെ കൊല്ലണം എന്ന് പറയുന്ന ഹദീസും അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ വലിയ രസമാണ്. പല്ലിനെ കൊല്ലണം എന്ന് പറയുന്ന ഹദീസുണ്ട്. അപ്പൊ അതിനെ കളിയാക്കാണ്, പാവം പല്ലി, മിസ്കീൻ പല്ലി, അതിനെ കൊല്ലണം എന്നുള്ള ഹദീസ്. അത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ് ഹദീസ്. അതിനൊരു കാരണം ഉണ്ടാകും. ആ ഹദീസ് സഹിഹാണോ? ആമന്ന വസല്ലംന,
സമീഅനാ വ അതാഅനാ. അവിടെ നഖ്ല് അതിനെ പിൻപറ്റണം. ബുദ്ധിക്കാണ് തകരാറ്. നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ തകരാറ് ബുദ്ധിക്കാണ്. എന്നിട്ടോ ഇവിടെ അബ്ദുൽ മുസ്ലിം അബ്ബാദുൽ ബദർ ഈ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ത്വരീഖത്തു അഹ്ലി സുന്ന വൽ ജമാഅ. ഇതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ത്വരീഖ് മാർഗം അന്നഹും യുഹക്കിമൂന നഖല. അവര് വിധിക്കുന്നത് പ്രമാണത്തെ നോക്കിയിട്ടായിരിക്കും, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വല്ലഖലു സലീം ലാ യുആരിദു നഖല സ്വഹീഹ്. ഒരിക്കലും എന്തല്ല, സലീമായിട്ടുള്ള ബുദ്ധി സ്വഹീഹായിട്ടുള്ള നഖലിനോട് എതിരാവുകയില്ല. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ അഖീദ എന്നുള്ളത് ആര് വിശദീകരിക്കുകയാണ്? അദ്ദേഹത്തിന്റെ ഈ ഹദീസിന്റെ ഷറഹിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പൊ ആ ഹദീസ് അലി റളിയല്ലാഹു പറഞ്ഞത് ഒരു പോയിന്റാണ്. ദീൻ എന്നുള്ളത് റഈനനുസരിച്ചായിരുന്നെങ്കിൽ ഹുഫയുടെ അടിഭാഗത്താണ് തടവേണ്ടത്. പക്ഷേ റസൂൽ തടവിയത് ഹുഫയുടെ മുകൾ ഭാഗത്താണ്. ഇതാണ് ഇതിന്റെ ബേസ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ പകുതി അഭിപ്രായ വ്യത്യാസങ്ങൾ തീരും. പകുതിയല്ല, ഒരു 90% അഭിപ്രായ വ്യത്യാസങ്ങളും മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തീരും. ഈ പറഞ്ഞ ഖവാരിജുകളും ഈ പറഞ്ഞ മുഅ്തസിലത്തും മുഅ്തസിലത്തും പറഞ്ഞ ഷിയത്തും ഖദരിയത്തും ജഹ്മിയത്തും ഒക്കെ അവര് തെറ്റിപ്പോയത് അഹ്ലു സുന്നത്തിന്റെ ആ മാർഗത്തിൽ നിന്ന് പോകുന്നത് ഈ അവരുടെ അഖല് കൊണ്ട് മാത്രം. ഹുസൈൻ റളിയല്ലാഹു തആല പ്രഗൽഭനാണ് അദ്ദേഹം ഒരു ദർസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ദർസിൽ അദ്ദേഹം പറഞ്ഞു, അൽ ഹയാഉ ഖൈറുൻ കുല്ലുഹു. ഹയാ എന്ന് പറഞ്ഞാൽ അത് മൊത്തം ഖൈറാണ്. ലജ്ജ അത് മൊത്തം, അതിനെല്ലാം ഖൈറാണ്. ഔ ഖാല അൽ ഹയാഉ കുല്ലുഹു ഖൈറുൻ. അതിന്റെ വേറൊരു റിപ്പോർട്ട്. ഫഖാല ബുശൈർ ബിൻ കഅബ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പ്രഗൽഭനാണ്, താബിയാണ് ബുശൈർ ബിൻ കഅബ്. അപ്പൊ ഈ ഹദീസ് പറഞ്ഞപ്പോ ബുശൈർ ബിൻ കഅബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നാ ലനജിദു ഫീ ബഅദിൽ കുതുബി അവൽ ഹിക്മതി അന്ന മിൻഹു സകീനതൻ വ വഖാറൻ ലില്ലാഹ് വമിൻഹു ലഅഫുൻ. ചില ഗ്രന്ഥങ്ങളിൽ, ചില ഫിലോസഫിയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ ഹയാ എന്ന് പറഞ്ഞാൽ അത് സക്കീനത്താണ്, വഖാറാണ്. ശരി തന്നെയാണ്. ലജ്ജ എന്നുള്ളത് സക്കീനത്താണ്, വഖാറാണ്, ഒരു ഗാംഭീര്യമാണ്, ഒരു അന്തസ്സാണ്. ശരി തന്നെയാണ്. പക്ഷെ ചില ഫിലോസഫിന്റെ ഗ്രന്ഥങ്ങളിൽ എന്തുണ്ട്? വമിൻഹു ലഅഫുൻ. ഈ ലജ്ജയിൽ ചില ദുർബലത ഉണ്ട്. ഒരാൾ ലജ്ജ കാണിക്കുന്നതിൽ എന്തുണ്ട്? ചില ദുർബലത ഉണ്ട് എന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആകെ പ്രശ്നം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചില ഫിലോസഫിന്റെ ഗ്രന്ഥങ്ങളിൽ ചരിത്രത്തിൽ കാണാം, ഇതെങ്ങനെയുള്ള മുൻപുള്ള ചില ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ചില ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അറിവൊക്കെ ബുശൈറിന് ഉണ്ടായിരുന്നു റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ അദ്ദേഹം വായിച്ചൊരു കാര്യം പറഞ്ഞു, ആകെ പ്രശ്നം. അദ്ദേഹം എത്രേ പറഞ്ഞിട്ടുള്ളൂ, അതിലൊരു വീക്ക്നെസ്, ലജ്ജയിലൊരു ദുർബലത ഉണ്ട് എന്നുള്ളത് ചില ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫഗളിബ ഇമ്രാൻ ദേഷ്യപ്പെട്ടു. ഹത്ത അഹ്മറത്ത് ഐനാഹു. അദ്ദേഹത്തിന്റെ 2 കണ്ണുകളും ചുവന്നു. ഇത് ബുശൈർ പറഞ്ഞപ്പോ ആകെ ദേഷ്യം. വഖാല, എന്നിട്ട് പറഞ്ഞു, അല അറ ഉഹദ്ദിസുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതുആരിദു ഫീ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഞാൻ നിനക്ക് പറഞ്ഞു തരാണ്, നീ ആ ഹദീസിനോട് എതിരാവുകയാണോ ചെയ്യുന്നത്? ഫആദ ഇമ്രാൻ അൽ ഹദീസ ഫആദ ബുശൈർ ഫഗളിബ ഇമ്രാൻ. ആ ഹദീസ് വീണ്ടും പറഞ്ഞെടുത്തു. ബുശൈർ ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അപ്പൊ ഞാൻ വായിച്ചത് മുസ്ലിമിന്റെ റിപ്പോർട്ടിലാണ്. ഇതിന്റെ വേറെ ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബുശൈറിനോട് ചോദിച്ചു, ഉഹദ്ദിസുക അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതുഹദ്ദിസുനി അൻ സ്വഹീഫതിക. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഞാൻ നിന്നോട് പറയുമ്പോ നീ നിന്റെ ഏടിലുള്ളതാണോ എന്നോട് പറയണത്? നീ നിന്റെ ഏടിലുള്ളത് എന്നോട് പറയണോ? അല്ലാഹു റസൂലിന്റെ ഹദീസ് ഞാൻ പറഞ്ഞു തരുമ്പോ നിന്റെ ഏടിലുള്ളതിന്റെ ഫിലോസഫി നീ എന്നോട് പറയണോ? ബുഖാരിന്റെ വേറെ റിപ്പോർട്ടിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ പ്രശ്നം എന്താ വെച്ചാല്, അദ്ദേഹം ചില ഹിക്മത്തുകൾ വായിച്ചപ്പോൾ അതിൽ എന്ത് വന്നിട്ടുണ്ട്? ഈ ലജ്ജയിൽ എന്തുണ്ട്? ചില വീക്ക്നെസ്സുകൾ, ചില ദുർബലതകൾ ഉണ്ട് എന്നുള്ള അദ്ദേഹം വായിച്ചൊരു കാര്യം ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചതാണ്. അങ്ങനെ ആകെ പ്രശ്നമായി. അദ്ദേഹം ദേഷ്യപ്പെട്ടു. അപ്പൊ ആ സദസ്സിലുണ്ടായിരുന്ന ആളുകള് ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇമ്രാൻ അദ്ദേഹം നമ്മുടെ ആളാണ്, അദ്ദേഹം വിദഗ്ധകാരനല്ല. ആ ഹദീസിന്റെ പ്രയോഗം കൂടി ഞാൻ വായിച്ചുതരാം. ഇന്നഹു മിന്നായ അബാനുജൈദ്. ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുഞ്ഞത്താണ് അബാനുജൈദ്. ബുശൈർ നമ്മുടെ ആളാണ്. ഇന്നഹു ലാ ബഅസ ബിഹി. അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല, അദ്ദേഹം നമ്മുടെ ആളാണെന്ന് പറഞ്ഞതിന്, ഈ പറഞ്ഞ വാചകത്തിന് ഇമാം മുസ്ലിം റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് എന്താ അറിയോ? അദ്ദേഹം നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് ഇമ്രാൻ മുസ്ലിം റളിയല്ലാഹു അൻഹു സമാധാനപ്പെടുത്തി. അതായത് അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലൈസ ഹുവ മിമ്മൻ യുത്തഹമു ബിനിഫാഖിൻ
ഈ ബുഷൈർ ബിൻ കഅബ് റഹ്മത്തുള്ളാഹി അലൈഹി നിഫാഖ് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളല്ല, മുനാഫിക്കല്ല, സന്ദക നിരീശ്വരവാദിയോ നിർമ്മിതവാദിയോ അല്ല, ഔ ബിദഅത്തിന്റെ ആളല്ല, ഔ ഗൈരിഹ അതല്ലാത്ത ആളുമല്ല, മിമ്മാ യുഖാലിഫു ബിഹി അഹ്ലുൽ ഇസ്തിഖാമ അഹ്ലുസ് സുന്നത്തിന്റെ ആളുകളോട് എതിരാകുന്ന നിരീശ്വരവാദികളിൽപ്പെട്ട ആളല്ല, നിർമ്മിതവാദികളിൽപ്പെട്ട ആളല്ല, ബിദഅത്തിന്റെ ആളല്ല, ഹവന്റെ ആളല്ല എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ആര്? സദസ്സിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ. അദ്ദേഹം നമ്മുടെ അഹ്ലുസ് സുന്നയിൽപ്പെട്ട ആൾ തന്നെയാണ്. പക്ഷെ അയാൾ വായിച്ചറിഞ്ഞൊരു കാര്യം അദ്ദേഹം സംശയമായിട്ട് ചോദിച്ചതാണ്. അപ്പൊ ആകെ പ്രശ്നമായി, അദ്ദേഹം ദേഷ്യപ്പെട്ടു എന്നുള്ളതാ. ഈ ഹദീസിന് എന്ത് മനസ്സിലാക്കണം? അദ്ദേഹത്തിന് ഈ വിദേഹത്തിന്റെ വാദമൊന്നുമില്ല. ഇങ്ങനെ ഹദീസിനെ എതിർക്കുക എന്നുള്ളത് ആരുടെ രീതിയാ? അഹ്ലുസ് സുന്നത്തിന്റെ രീതിയല്ലാതെ എന്നുള്ളത് പച്ചക്ക് കിട്ടിയില്ലേ? ഇതിന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു സംശയം ചോദിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ചില ഹിക്മത്തിന്റെ ചില ഫിലോസഫിന്റെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് പറഞ്ഞതിനാണ് ഈ പ്രശ്നം. അപ്പൊ ബാക്കിയുള്ളവരെ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തണം. അദ്ദേഹം നമ്മുടെ ആളെ അഹ്ലുസ് സുന്നത്തിൽപ്പെട്ട ആൾ തന്നെയാണ്, അയാള് ബിദ്അത്തിന്റെ ആളെന്നല്ല. അപ്പൊ ബിദ്അത്തിന്റെ ആളുകളുടെ നിലപാടാണെന്ത്? ഇങ്ങനെ ഹദീസിനെതിരായിട്ട് ഐസക് ന്യൂട്ടൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത്. മനസ്സിലാണ്ടോ? ഈ ഹവന്റെ ആളുകളുടെ നിലപാടാണത്, അഖിലാനികളുടെ നിലപാടാണ്, അഹ്ലുസ് സുന്നത്തിന്റെ നിലപാടല്ല. അഹ്ലുസ് സുന്നത്തിന്റെ നിലപാട് ലജ്ജ കുല്ലുൻ ഖൈർ, ലജ്ജെല്ലാം ഖൈറാണ്, ഖലാസ്. അപ്പൊ അദ്ദേഹം ചോദിക്കണം, വേറെ റിപ്പോർട്ടിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഞാൻ കൊണ്ടുവരുമ്പോ നീ നിന്റെ ഫിലോസഫി കൊണ്ടുവന്നിട്ട് ആ ഹദീസിനെ എതിർക്കുകയാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പല റിപ്പോർട്ടുകൾ ഇത് വന്നിട്ടുണ്ട്, ബുഖാരിയിലും മുസ്ലിമിലും സുന്നകളിൽ ഒക്കെ ഇത് വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്കിത് രണ്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഗതി അറിഞ്ഞത്. ഈ സംഭവം ഇമ്രാൻ ബിൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞപ്പോ അവിടെ ബുഷൈർ എടുത്ത നിലപാട് എന്താണ്, ബിദ്അത്തുകാരുടെ നിലപാട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, എന്താണ് അഹ്ലുസ് സുന്നത്തിന്റെ നിലപാട് എന്നുള്ളത് മനസ്സിലാക്കാം. എത്ര കൃത്യന് എന്ന് ഇത് ഒരു സംശയം ചോദിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഇത് സംശയം ചോദിക്കല. ഞാനാ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ സിഫാത്തുകളെ പോലും നിഷേധിക്കണം. ബുഖാരി മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസുകളെ പോലും തള്ളുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ ഹദീസുകളെ. അപ്പൊ ഇതൊന്നും എന്തല്ല, ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ ഇല്ലേ, യുക്തിക്ക് യോജിക്കുന്നുണ്ടോ ഇല്ലേ, ഇത് നോക്കിയിട്ടല്ല ഒരു ഹദീസ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് നേരത്തെ നമ്മളൊന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നെന്ന് ഹാറൂൺ റഷീദിന്റെ സംഭവം. അബ്ബാസി ഖലീഫ ഹാറൂൺ റഷീദിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് അബൂ മുആവിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞല്ലോ. അബൂ മുആവിയ അദ്ദേഹത്തിന്റെ സദസ്സിൽ വരാറുണ്ട്, എന്നിട്ട് ഹദീസുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഹദീസ് പറയണം അബൂ മുആവിയ. ഏതാണ് ഹദീസ്? ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ആ ഹദീസ് പറഞ്ഞു. ആ ഹദീസ് ഞാനൊന്ന് പറഞ്ഞുതരാം. ആ ഹദീസ് ആ ചരിത്രത്തിൽ വന്നിട്ടില്ല. ഹദീസ് ഇതാണ്, ആദം വ മൂസ, മൂസായും ആദമും തമ്മിൽ പരസ്പരം തർക്കിച്ചു. ഫഖാല ലഹു മൂസ, മൂസാ നബി അലൈഹിസ്സലാമിനോട് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, ആദമിനോട് പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാം, യാ ആദം അൻത അബൂന ഖയ്യബ്തന വഅഖ്റജ്തന മിനൽ ജന്ന, നീ ഞങ്ങളുടെ പിതാവാണ്, നീ ഞങ്ങളെ നിരാശപ്പെടുത്തി കളഞ്ഞു, നീ ഞങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഖാല ലഹു ആദം, അപ്പൊ ആദം നബി അലൈഹി സ്വലാം വിട്ടുകൊടുത്തില്ല. മൂസാ നബി അലൈഹി സ്വലാമിനോട് തിരിച്ചു പറഞ്ഞു, യാ മൂസ ഇസ്തഫാക അല്ലാഹു ബികലാമിഹി, അള്ളാഹു അവന് സംസാരിക്കാൻ തെരഞ്ഞെടുത്ത ആളാണ്, നിന്നോട് സംസാരിച്ച ആളാണ്, അള്ളാഹു നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. വഖത്തലക ബിയദിഹി, നിന്റെ തൗറാത്ത് അവന്റെ കൈകൊണ്ടാണ് നിനക്ക് എഴുതി തന്നത്. അദ്ദേഹത്തിന്റെ കുറച്ച് സിഫത്തുകൾ പറഞ്ഞു. ആ തലൂമുനി അലാ അംരിൻ ഖദ്ദറഹുല്ലാഹു അലയ്യ ഖബ്ല അൻ യഖ്ലുഖനി ബി 40 സന, എന്നെ സൃഷ്ടിക്കുന്നതിന്റെ 40 കൊല്ലം മുമ്പ് അള്ളാഹ് തീരുമാനിച്ച ഒരു കാര്യത്തിന്റെ പേരിൽ നീ എന്നെ ആക്ഷേപിക്കുകയാണ്. അള്ളാഹ് ആദ്യം തീരുമാനിച്ചതല്ലേ ഇങ്ങനെ സംഭവം നടക്കുന്നുള്ളത്. അപ്പൊ അതിന്റെ പേരിൽ നീ എന്നെ ആക്ഷേപിക്കുകയാണ്. ഫഹജ്ജ ആദം മൂസ, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു. ഇങ്ങനെ അവർ തമ്മിൽ തർക്കിച്ചു എന്നുള്ളതാണ്. ഈ ഹദീസാണ് ആര് പറഞ്ഞത്? അബൂ മുആവിയ റഹ്മത്തുള്ളാഹി അലൈഹി ആരുടെ സദസ്സിൽ പറഞ്ഞത്? ഹാറൂൺ റഷീദിന്റെ സദസ്സിൽ പറഞ്ഞത്. അപ്പൊ അയാൾ ചോദിച്ചു, വഅയ്നൽ തഖയ, എവിടെ വെച്ചിട്ടാണ് അവർ രണ്ടുപേരും കണ്ടുമുട്ടിയത്? ഈ ഹദീസ് അബൂ മുആവിയ പറഞ്ഞപ്പോ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ ചോദിക്കുകയാണ്, ഹാറൂൺ റഷീദിന്റെ അമ്മാവനാണെന്നും പറയുന്നുണ്ട്. അയാൾ ചോദിച്ചു, അയ്നൽ തഖയ, അതൊരു ചോദ്യമാണല്ലോ, കാരണം ആദം നബി അലൈഹി സ്വലാം ഒന്നാമത്തെ നബിയാണ്, മൂസാ നബി അലൈഹി സ്വലാം പിന്നീട് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അവർ തമ്മിൽ തർക്കിക്കണമെങ്കിൽ മുമ്പര ചിന്ത പോയത് അത് എവിടെ വെച്ചിട്ടായിരിക്കും? കണ്ടങ്ങള്, അദ്ദേഹത്തിന്റെ ചിന്ത അതാണ്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോ അവരാരെങ്കിലും ഈ ചോദ്യം ചോദിച്ചോ? അപ്പൊ സദസ്സിലുണ്ടായിരുന്ന ഈ ഒരു ചങ്ങായി, ഈ ഒരാള് ഈ ചോദ്യം ചോദിച്ചു. അബൂ മുആവിയയോട് ചോദിച്ചു,
അവരെവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്? അവർ തമ്മിൽ തർക്കിക്കണമെങ്കിൽ, കാരണം ആദം നബി അലൈഹിസ്സലാം അന്ന് ആദ്യത്തെ ആള്, പിന്നെ മൂസാ നബി അലൈഹിസ്സലാം ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് വന്ന ആള്. അപ്പൊ അവർ തമ്മിൽ തർക്കിക്കണമെങ്കിൽ കണ്ടുമുട്ടണ്ടേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ശറങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വരുന്നുണ്ട്. ഇത് കേട്ടതോടുകൂടി ഹാറൂൺ റഷീദ് ആകെ ഇളകി. അദ്ദേഹം പറഞ്ഞു, അലയ്യ ബിന്നത്ഇ വസ്സൈഫ്, വാളും കൊല്ലാൻ ഉപയോഗിക്കുന്ന ഈ തോലുണ്ട്, പിന്നെ അതിന്റെ പിന്നെ എന്തിനു പറയാ, അത് രണ്ടും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കാർപ്പറ്റ് അത് രണ്ടും പരവതാനി, അത് ആ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഇത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. വാളും ആ പരവതാനിയും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അവിടെ നിർത്തിയിട്ടാണ് കൊല്ലുക. ഹാറൂൺ റഷീദ് പറഞ്ഞു, ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ ഹാറൂൺ റഷീദിനോട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഹാദാ ശാബുൻ തകല്ലമ ബിശൈഇൻ മാ യദ്രി മാ യഖൂൽ. ഈ ചെറുപ്പക്കാരൻ അവൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് അവൻ അറിയില്ല, അവൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നുള്ളത് ഹാറൂൺ റഷീദിനോട് പറഞ്ഞു. ഇതിന്റെ വേറെ ചില റിവായത്തുകളിൽ കാണാം, ഹാറൂൺ റഷീദ് ഇത് ചോദിച്ചതോടുകൂടി ഹാറൂൺ റഷീദ് അയാളെ വിളിച്ചു സിന്ദീഖ്, സിന്ദീഖ്, നിർമ്മിതവാദി എന്ന ആളെ വിളിച്ചു. സിന്ദീഖ് എന്നാ വിളിച്ചത്. വേറെ ചില റിവായത്തുകളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെതിരെ അദ്ദേഹം നിലപാട് സ്വീകരിച്ചു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹം നമ്മുടെ ആളാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഹാറൂൺ റഷീദ് പറഞ്ഞു, അതെനിക്കറിയാം, ഈ ആശയം, ഈ സന്തക്കത്ത്, ഈ നിരീശ്വരവാദത്തിന്റെ ആശയം അയാൾക്ക് ആരാണ് പറഞ്ഞു കൊടുത്തത് അയാളെ എനിക്കറിയണം. അത് പറഞ്ഞത് വരെ ഇയാളെ വിടൂല എന്ന് പറഞ്ഞു, ഇയാളെ തടവിലിടുന്ന് പറഞ്ഞു. അവസാനം അയാൾ പറഞ്ഞു, ഹാദിയിൽ കലിമ ബാദിറത്തം മിന്നി, ഇത് ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ്. വാൻ അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. വാതൂബ ഇലൈഹി, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. വേറെ റിപ്പോർട്ടിൽ കാണാം, സിന്ദീഖ് വല്ലാഹി യത്അനു ഫീ ഹദീസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ കുറ്റം പറയുന്നു. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ഈ ഒരു സംശയം അയാൾ ചോദിച്ചതാണ്. ഹാറൂൺ റഷീദ് ചോദിക്കാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ കുറിച്ച് കുറ്റം പറയുന്നു, എവിടെ വാള്, കൊല്ലട്ടെ അവൻ. അവസാനം അവരെല്ലാവരും കൂടി പറഞ്ഞ് സമാധാനപ്പെടുത്തി. അയാള് തൗബ ചെയ്തു, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണെന്നത് പറഞ്ഞു. ഈ സംഭവം വളരെ പ്രസിദ്ധമാണ്. ഈ സംഭവം ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. സിയറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റേ ഹറവിന്റെ ദമ്മുൽ കലാമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റേ ഇമാം സ്വാബൂനി റഹ്മത്തുള്ളാഹിയുടെ അഖീദത്തു സലഫില് വളരെ പ്രസിദ്ധമായിട്ടുള്ള സംഭവമാണത്. അഖീദത്തു സലഫില് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലൊരു പോയിന്റ് കൂടി ഇതിനെ വിശദീകരിച്ചിട്ട് സ്വാബൂനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഹക്കദാ യംബഇ ലിൽ മർഇ, ഇപ്രകാരമാണ് ഒരാൾ ചെയ്യേണ്ടത്, അൻയുഅല്ലിമ അഖ്ബാർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ ബഹുമാനിക്കേണ്ടത് ഈ രൂപത്തിലാണ്. വയുഖാബിലുഹാ ബിൽ ഖബൂലി വത്തസ്ലീമി വത്തസ്ദീഖി, ആ ഹദീസിനെ സ്വീകരിക്കണം, ആ ഹദീസിന് കീഴ്പ്പെടണം, ആ ഹദീസിന് തസ്ദീഖ് തസ്ദീഖ്പ്പെടുത്തണം. ഇങ്ങനെയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ആര് പറയണം? സാബൂനി ഈ സംഭവത്തെ, ഹാറൂൺ റഷീദിന്റെ ഈ സംഭവത്തെ വിശദീകരിച്ചിട്ട് പറയണം. എന്നിട്ടൊന്നുകൂടി പറയുന്നുണ്ട്, ഹാറൂൺ റഷീദ് ഇതിനെ എതിർത്ത പോലെ എന്ത് ചെയ്യണം? ഇങ്ങനെ ആരെങ്കിലും ഹദീസിനെതിരായിട്ട് കൊണ്ടുവരുമ്പോ അതിനെ എതിർക്കണം. അവരുടെ ബുദ്ധി കൊണ്ടുവരുമ്പോ, ഹദീസിനെ എതിർക്കുന്നതിന് വേണ്ടി അവരുടെ ബുദ്ധി കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യണം? ഹാറൂൺ റഷീദ് അയാളെ എതിർത്ത പോലെ നമ്മൾ എതിർക്കുകയും ചെയ്യണം എന്നുള്ളതിന് ഇതിൽ തെളിവുണ്ട് എന്നുള്ളത് ആര് വിശദീകരിക്കാണ്? സ്വാബൂനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അഖീദത്തു സലഫിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ നിലപാട്. അപ്പൊ സിന്ദീഖ് എന്നുള്ളതാ വിളിച്ചത്. അപ്പൊ എത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഒരു ഹദീസിനെ തള്ളുക എന്നുള്ളത്, ഒരു ഹദീസിനെ പരിഹസിക്കുക എന്നുള്ളത്, ഒരു ഹദീസിനെ കളിയാക്കുക എന്നുള്ളത്, അതിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ഇനി നമ്മുടെ നാട്ടിലത്തെ ചില പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, മൂക്കത്ത് വിരൽ വെച്ചു, ഇതൊക്കെ എന്ത് മുസ്ലിങ്ങളാന്നുള്ളത്. അക്കോലത്തിലാണ് ഹദീസിനെ പരിഹസിക്കണ്, ഹദീസിനെ കളിയാക്കണ്. 7 അജ്വാക്കാരൊക്കെ എന്നാ പിടിച്ചോ, ഒരു കുപ്പി കുരുടാനും തരാ, 7 അജ്വാക്കാരൊക്കെ ആദ്യം തിന്ന് ഈ കുരുടാനും കുടിക്ക്, ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുരുടാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ വിഷം.